അതെന്നാ പറയുന്നത്? ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അംബാസിഡർ അല്ല, ഒന്നുമല്ല. പക്ഷെ സ്വർഗത്തിലെ അംബാസിഡറാണ്. അടുത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞ കുറച്ച് ഗെയിം ഒന്നുമില്ല. ചില സുവിശേഷകർ പറഞ്ഞില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്, നിർത്തിച്ച് വീട്ടിൽ പോകും. ഭയങ്കര കഷ്ടം. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാം? നിങ്ങളെ ഞാൻ അയച്ചപ്പോൾ നിങ്ങൾക്ക് വല്ലതൊന്നും കുറവുണ്ടായിരുന്നു. തമ്പുരാൻ തുടങ്ങിയത് വലിയ സെറ്റപ്പിലൊന്നുമല്ല, പക്ഷെ സെറ്റപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. മൈനസ് അതിനേക്കാളും വലിയ മൈനസ് ഒന്നും ഈ കൂട്ടത്തിൽ ഏതായാലും. ഐ വാസ് എ ലൂസർ, ഐ വാസ് എ മൈനസ്. പക്ഷെ ഈ ഒറ്റക്കാലം കൊണ്ട് കോട്ടയം ടൗണിൽ നടക്ക് ട്രാക്ടർ കൊടുക്കുക, വീടാൻ തന്നെ യേശു ജീവിക്കുന്നു എന്ന് പറയാം. ചിലർക്ക് ഗെറ്റ് ഔട്ട് കേൾക്കുക. ആ ഗെറ്റ് ഔട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഐ ഗുഡ്നസ്. ചർച്ച എങ്ങനെയാ പ്ലാൻ ചെയ്യുക? അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. നിങ്ങളൊക്കെ ലോൺ മേള കേട്ടിട്ടില്ലേ? ജപ്തി മേളയായിരുന്നു വീട്ടിൽ. പക്ഷെ അവിടെ തന്നെ പട്ടണത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, രാജ്യത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധം പറയട്ടെ. ഞാൻ യേശുവിനോട് പറയാം, എന്നെ വെറുതെ പൊട്ട കണക്കരുത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നേക്കാം. അത്രയും ഞങ്ങൾ അന്ന് കമ്പനി. അതും പല്ല് ഒഴിയുമ്പോഴല്ല തരണം, ഇപ്പം തരണം, എൻജോയ് ചെയ്യണം. He will give all things richly to enjoy. അല്ലെങ്കിൽ അവിടെ അത് എഴുതരുത് അല്ലേ? എനിഹോ നമുക്ക് ഓക്കെ, 2 Corinthians 5:18. Look, blessed be the name of Jesus. Say, I am a new creation. I am a new creation. I am a new creation. New species. Hallelujah. Hallelujah. New species. Hallelujah. And the food is not material, it is spiritual. Man shall not live by alone. Why? You are coming from a different world. Why should? അതിനൊക്കെ ദൈവം തന്നെ കാരണം. ഇനിയും നമ്മള് ഷട്ടിൽ ട്രെയിൻ പോലെ പോകാൻ പോകുന്നത്. പിതാവ് നമ്മളെ ക്രിസ്തുവിൽ വായിച്ചേ തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞ എന്നാ? ലംഘനങ്ങളെ കണക്കിടാതെ. നീ കൊടും പാപിയാണോ? നോ പ്രോബ്ലം, വാട ഇങ്ങോട്ട് വീഴ്ത്തി കയറണം, ഞാൻ ശരിയാക്കി. ദൈവം, വീണ്ടും പറയാം, ദൈവം ക്രിസ്തുവിൽ ഇരുന്ന് ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ തന്നോട് റീകൺസൈൽ ചെയ്തു. ആ ക്രൈസ്റ്റ് ഇന്ന് എവിടെയായിരിക്കുന്നത്? ഒന്ന് കാണിച്ചു തരാമോ? ക്രൈസ്റ്റ് എവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ അകത്താണോ? അത് അടുത്ത വാക്ക്. ആ നിരപ്പിന്റെ വചനം ഇന്ന് നിങ്ങൾക്കും അങ്ങനെ ക്രിസ്തുവിന്റെ പകരമായി, ക്രിസ്തുവിന് വേണ്ടി സ്വർഗത്തിലെ സ്ഥാനപതിയായി ഞങ്ങൾ പ്ലീഡ് ചെയ്യുക. Come to him. That is the gospel. നീ വന്നില്ല നരകത്തിൽ പോകുന്നല്ല, വല്ലച്ചാതി നീ വീട്ടിൽ പിന്നെ ഉറക്കമില്ല. അല്ലെ, ഞാൻ ഐ എം ഗുഡ് ഫോർ നത്തിങ്. ആര് പറഞ്ഞു ഗുഡ് ഫോർ നത്തിങ് ആണ്? ഗുഡ് ഫോർ നത്തിങ് ആണ് അതുപോലെ അകത്ത് കയറാം. Anyone who comes through me will see the Father. ക്രിസ്തു അകത്താകുന്നു. റോമർക്കെതിരേക്ക് 4:6 നമ്മൾ വായിച്ചില്ല. Come on, go ahead. അടുത്ത 4. Oh my goodness. Turn to someone and say you are fully loaded. Hallelujah. Hallelujah. I am fully loaded. I am fully loaded. I am loaded with glory. I just have to pull the trigger in the name of Jesus. Hallelujah. There is no power on earth that can stand before you. No man shall stand before you till the ends of your life, because the one in you, he that is in you, he that is in you, he that is in you, he, the person that is in you is greater. Therefore we were buried with him in baptism into his death. Why change?
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ മരണത്തിൽ പങ്കാളികൾ. എന്തിൽ പങ്കാളികൾ? അടുത്തിരിക്കുന്ന നല്ല സൂക്ഷിച്ചു നോക്കി, ആള് മരിച്ചുപോയാണ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അതും കഴിഞ്ഞു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ. അപ്പൊ എങ്ങനെയാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? പിതാവിന്റെ ഗ്ലോറി അകത്ത് വന്ന് he rose up. Hallelujah. Christ, the glory is today in you. Hallelujah. Into the newness of life. അല്ലേ? നോക്ക്, Romans 6:4, read it full. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. We are in a new life. And this is called the kingdom of God. Hallelujah. 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 This is called the kingdom of God, which is full power, full authority. Hallelujah. 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 And then it goes, 4, 5, 6, and then 7 otherwise. And അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. Freed from sin. Freed from sin. ഒരുത്തനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുക. അവനെ ജയിലിൽ കിടക്കുക. ജയിലിൽ വെച്ച കാർഡിയക് അറസ്റ്റ് ഉണ്ടായി മരിച്ചു. എന്നാ ചെയ്യും? ആ ശവം എടുത്തോണ്ട് തൂക്കുവോ? ഇല്ല, കേസ് ക്ലോസ്ഡ്. അവനെ ഇനി തൂക്കിക്കൊല്ലില്ല, അവൻ മരിച്ചുപോയി. Hallelujah. The root of sin was pulled out of you. Hallelujah. And you had a new seed of righteousness inside of you. Hallelujah. You are not a sinner anymore. Hallelujah. Freed from sin. Amen. Freed from sin. അപ്പോൾ നിങ്ങൾ പറയും, അപ്പം ചിലരൊക്കെ പാപം ചെയ്യും. അത് നിങ്ങളുടെ ചോയ്സ്. Verse 13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങൾ സമർപ്പിക്കരുത്. കാര്യം എന്താ? പാപം എന്ന് പറയുന്ന ഇല്ല നിങ്ങളുടെ അകത്ത്. നീതിയുള്ളത്. അടുത്തത് നീതി യേശുവിന്റെ കയ്യിലോട്ട് സമർപ്പിക്കുക. എന്നിട്ട് 14 വാക്യം പറയാം. വൈശി, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല അല്ല കൃപയ്ക്ക് അത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങളുടെ മേൽ മരണത്തിന് പോലും കർത്തൃത്വം ഇല്ല. പാപം നിങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ച അത് വേണ്ടെന്ന് തന്നെയാണ്. ചിലർ പറയും ഞങ്ങളൊക്കെ ബലഹീനരല്ലേ. അത് പണ്ട് ബലഹീനനും ഭാവിയ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ ബലഹീനനല്ല. Hallelujah. Sin has no dominion over me. If sin has no dominion over me, curse has no dominion over me. Poverty has no dominion over me. I will increase and never decrease because Christ in me will supply all my need according to the riches of glory in Christ, and Christ is in. Jesus is in heaven, Christ is in me. Together we become Jesus the Christ. Blessed be the name of Jesus. Hallelujah. Water. ഈ ചെറിയ ബുദ്ധി കൊണ്ടൊന്നും പിടികിട്ടത്തില്ല. But once you are confident. Hallelujah. Hallelujah. I'll give you one more word. 2 Corinthians 5, before it talks about the new creation. 8 minutes. ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും ഇതുകൂടെ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ഇത് ടെന്റ്, ഇതിനകത്ത് ഒരാൾ താമസിക്കുന്നത്. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കല്ല, ഉണ്ടെന്ന്. കോട്ടയത്ത് എനിക്ക് ഒരു കെട്ടിടം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങളും പിതാവിന്റെ സന്നിധിയിൽ ഇങ്ങോട്ട് വന്നു. Verse 6, go ahead.
I'm jumping words, you can go and read the whole. Therefore, we ആകയാൽ are always confident, knowing that when we are at home in this body, who is at home in this body?